പിറ്റേ ദിവസം 3 പേരും സ്കൂളിലേക്ക് വന്നു. ജാനിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. തമ്പുരു ജാനിയെ വലിയ തരത്തിൽ മൈൻഡൊന്നും ചെയ്യാനും പോയില്ല. അവരൊരുമിച്ച് സ്കൂട്ടിയിൽ വന്നു. സ്കൂട്ടി പാർക്ക് ചെയ്തതിന് ശേഷം സ്കൂളിലേക്ക് നടക്കവേ കാറ് പാർക്ക് ചെയ്തുകൊണ്ട് മയൂർ നടന്നു വരുന്നത് കണ്ടു. ദാ മയൂർ സാർ വരുന്നു, സാറിൻ്റെ ഇന്നലത്തെ ക്ലാസ്സിനെ പറ്റി ഒന്ന് പ്രശംസിച്ചിട്ട് വരാം എന്ന് ജാനിയെ നോക്കി പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട് തമ്പുരു മയൂരിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. ഡി തമ്പുരു, നീ എവിടേക്കാ ഓടുന്നേ? തമ്പുരു തമ്പുരു ഇങ്ങനെ ജാനി ഉറക്കെ വിളിച്ചെങ്കിലും തിരിഞ്ഞു പോലും നോക്കാതെ തമ്പുരു മയൂരിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. സത്യത്തിൽ തമ്പുരുവിൻ്റെ ഈ അവഗണന ജാനിയുടെ കണ്ണുകളിൽ വെള്ളം നിറച്ചു. കലങ്ങിയ കണ്ണുകളോടെ അവൾ മെറിനെ നോക്കി. ഡി, നീ എന്തിനാ കരയണേ? അവൾ കുഞ്ഞല്ലേ മെറിൻ. ഒരു ദിവസം ഗ്ലാസ് എടുത്തപ്പോഴേക്കും അയാൾ അവൾക്ക് ഇത്രയ്ക്ക് പ്രിയപ്പെട്ടവനായോ ജാനി? നീ എന്തിനാണ് ജാനി എഴുതാപ്പുറം വായിക്കുന്നത്? മയൂർ സാറിനെ പറ്റി പുകഴ്ത്തി പറയുന്നത് നിനക്ക് ദഹിക്കില്ല എന്ന് തമ്പുരുവിന് മനസ്സിലായി. അതുകൊണ്ട് നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ കൂടിയായിരിക്കും നിന്റെ മുമ്പിൽ വെച്ച് സാറിനെ അഭിനന്ദിക്കാൻ അവൾ ഓടിപ്പോയത്. എൻ്റെ ജാനി, നീ LKG കുട്ടികളുടെ സ്വഭാവം കാണിക്കരുത് എന്ന് പറഞ്ഞ് ജാനിയുടെ കൈ ബലമായി പിടിച്ച് വലിച്ച് കൊണ്ട് മെറിൻ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ മയൂരിനെയും തമ്പുരുവിനെയും തേടിപ്പോയി. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡിയർ, നിറപുഞ്ചിരിയോടെ മയൂർ പറഞ്ഞു. താങ്ക്സ് സാർ. തമ്പുരു. എന്തിന്? ഇന്നലെ നല്ലതുപോലെ ക്ലാസ് എടുത്തു തന്നതിന്. അതെൻ്റെ കടമയല്ലേ കുട്ടി, അതിന് പ്രത്യേകിച്ച് നന്ദി പ്രകടനത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഇത്ര മാത്സ് ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെല്ലാം സാറിൻ്റെ ക്ലാസ്സാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ജാനി ടീച്ചറുടെ ക്ലാസ് മോൾക്ക് ഇഷ്ടമല്ലേ? മയൂർ. അത് പിന്നെ സാർ, ചേച്ചി ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് മുഴുവൻ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാകാത്തത് പിന്നെയും പിന്നെയും ചോദിച്ചാൽ ചേച്ചിക്ക് ദേഷ്യം വരും. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയും. ആ വഴക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടി തോന്നും. പിന്നെ പറയുന്നതൊന്നും മനസ്സിലാകില്ല. എനിക്ക് മാത്രമല്ല, ചേച്ചി ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാ കുട്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാ. തമ്പുരു. ആഹാ, ജാനി ടീച്ചർ ഇത്രയ്ക്ക് ഭയങ്കരിയാണോ? അത് ഞാൻ അറിഞ്ഞില്ല. മയൂർ. ചേച്ചി ആളൊരു പാവാ, പക്ഷേ കൂളായി ചിരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ ചേച്ചിക്ക് അറിയില്ല. സാറാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അത് എല്ലാ കുട്ടികൾക്കും ഉപകാരമായേനെ. തമ്പുരു. എനിക്ക് അങ്ങനെയൊന്നും ക്ലാസ് എടുക്കാൻ കഴിയില്ല. ഈ സ്കൂള് മാത്രമല്ല, എനിക്ക് മറ്റൊരു ജോലി കൂടിയുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞു മോളോട് പറയാം. പിന്നെ ഇത്ര നാളും നിങ്ങളെ ജാനി ടീച്ചറല്ലേ പഠിപ്പിച്ചത്? ഇനി ടീച്ചർ തന്നെ തുടർന്ന് പഠിപ്പിച്ചോട്ടെ. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു പഠിക്കുക. ഓരോരുത്തർക്കും ഓരോരോ ശൈലിയുണ്ട്. അവരതനുസരിച്ചായിരിക്കും ക്ലാസ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞ് മയൂർ പുഞ്ചിരിച്ചുകൊണ്ട് തമ്പുരുവിൻ്റെ കവിളിലൊന്ന് തലോടി. എന്ത് സോഫ്റ്റാണ് നിന്റെ ഈ കവിള്, ഒരു പൂവിനെ തൊടുന്നത് പോലെ. അവൻ അവളുടെ കവിളിൽ വേദനിപ്പിക്കാതെ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോ സാറേ, വെറുതെ കളിയാക്കാതെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ തുള്ളിച്ചാടി സ്റ്റെപ്പ് കയറിപ്പോയി. എൻ്റെ പൊന്നു സാറേ, ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ട് സാറാ അനിയത്തി കൊച്ചിനെ കയ്യിലെടുത്തോ? ഇവരുടെ സംസാരം അകലെ നിന്ന് കണ്ട മനു അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് പറഞ്ഞു. ഈ കൊച്ചിനെ മാത്രമല്ല, ഇവളുടെ അമ്മയെ വരെ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഇങ്ങനെ അമ്മാനമാടും. നീ നോക്കിക്കോ മനു. പക്ഷേ ഈ വിളവൊന്നും ജാനി ടീച്ചറുടെ അടുത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാനേ മാണിക്യശ്ശേരിയിലെ മയൂർനാഥാണ്. എൻ്റെ അടുത്ത് എന്തും വിളയും എന്ന് പറഞ്ഞ് മനുവിനെ ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് മയൂർ അവിടെ നിന്നും തൻ്റെ ക്യാബിനിലേക്ക് പോയി. മയൂർ സാറിൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്ക് പേടി തോന്നുന്നു. ജാനി ടീച്ചറുടെ കയ്യിൽ നിന്നും തല്ല് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. മയൂർ പോയ വഴിയെ നോക്കി മനു പറഞ്ഞു. അന്നത്തെ ഫസ്റ്റ് പീരീഡ് 10A ജാനിക്ക് ക്ലാസ്. അവൾ വളരെ മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പുതിയ പാഠഭാഗം ഒന്നും എടുത്തില്ല. തലേ ദിവസം എടുത്ത ഭാഗം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. മനസ്സ് നിറയെ എന്തോ വലിയ ഭാരം പോലെ ജാനിക്ക് തോന്നി. സാധാരണ ജാനി ക്ലാസ് എടുക്കുമ്പോൾ അവൾക്ക് ഒരു പീരീഡ് തികയാതെ തോന്നുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ക്ലാസ് എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. മനസ്സ് നിറയെ നീറുന്ന വേദനകളായിരുന്നു. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞതും എന്തോ വലിയ ആശ്വാസം ജാനിക്ക് തോന്നി. അവൾ വേഗം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ധൃതി പിടിച്ച് നടക്കുകയായിരുന്ന ജാനി പെട്ടെന്ന് ആരോ ശരീരത്തിൽ വന്ന് തട്ടിയെന്നറിഞ്ഞപ്പോഴാണ് മുഖത്തേക്ക് നോക്കുന്നത്.
തൻ്റെ മുമ്പിൽ വഷളമായ ചിരിയോടെ നിൽക്കുകയായിരുന്നു മയൂർ അപ്പോൾ. എന്താ ടീച്ചറേ ഇത്? ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും എങ്ങോട്ടാ ഈ പാഞ്ഞു പോണത്? സ്റ്റാഫ് റൂമിൽ പോയി ചായയും പഴംപൊരിയും കഴിക്കാനുള്ള തിരക്കാണോ ഇത്? അല്പം വൈകിയെന്ന് വെച്ച് ടീച്ചറുടെ ഫുഡ് അവിടെ തന്നെ ഉണ്ടാകും, ആരും എടുത്തുകൊണ്ട് പോവില്ല. ദേ സാറേ, മുന്നിൽ നിന്ന് മാറ്, എനിക്ക് പോണം. ജാനി അല്പം ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാനാഞ്ഞതും മയൂർ അവളുടെ മുമ്പിൽ കയറി നിന്നു. എന്താ ടീച്ചറേ ഇത്? ഒരു സ്നേഹമില്ലാത്ത പോലെ. അതോ ഇനി വല്ല ഒന്നിനോ രണ്ടിനോ പോകേണ്ട അത്യാവശ്യമുണ്ടോ? മയൂരിൻ്റെ വാക്കുകൾ കേട്ടതും ദേഷ്യത്തോടെ ജാനി മുഖം വെട്ടിച്ചു. ടീച്ചർക്ക് ഞങ്ങളെ കാണുമ്പോഴേ ഉള്ളൂ ഈ ദേഷ്യം. എൻ്റെ സ്ഥാനത്ത് ആ ശ്രീറാം സാർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്ഥലകാലബോധമില്ലാതെ നിന്ന് കൊഞ്ചിയേനെ. അപ്പോൾ ടീച്ചർക്ക് ഒരു തിരക്കുമില്ല, ഒരു ധൃതിയുമില്ല. അതല്ല ടീച്ചറേ, മറ്റുള്ള ആണുങ്ങളെക്കാളും ശ്രീറാമിന് എന്താണ് പ്രത്യേകത? പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞാലല്ലേ ഞങ്ങൾക്കും സാറിനെ പോലെ പെരുമാറാൻ കഴിയൂ. ജാനിയെ പരിഹസിച്ചുകൊണ്ട് മയൂർ പറഞ്ഞു. സാറ് മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ? ജാനി വർദ്ധിച്ച ദേഷ്യത്തോടെ പറഞ്ഞു. നീ ആരാന്നാടി നിന്റെ വിചാരം? നിന്റെ സൗന്ദര്യം കണ്ടാസ്വദിക്കാനൊന്നുമല്ല ഞാനിവിടെ തടഞ്ഞു നിർത്തിയത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേട്ടിട്ട് ടീച്ചർ പോയാൽ മതി. മയൂരിന് എന്താണ് തന്നോട് പറയാനുള്ളത് എന്ന് ശ്രദ്ധിച്ച് ജാനി നിന്നു. എന്താ ടീച്ചറേ? ടീച്ചറെ പറ്റി ഒരുപാട് പരാതികളാണല്ലോ. ആ മെറിൻ ടീച്ചർക്കും ശ്രീറാം സാറിനും ഒഴികെ മറ്റാർക്കും ടീച്ചറെ ഈ സ്കൂളിൽ കണ്ടുകൂടാ. പിന്നെ കുട്ടികളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. സ്വന്തം അനുജത്തിക്ക് തന്നെ താല്പര്യമില്ല. ടീച്ചർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ സാത്താൻ കുരിശ് കാണുന്നത് പോലെയാ കുട്ടികൾക്കൊക്കെ. തമ്പുരുമോൾ ഇന്ന് എന്നോട് എന്താ പറഞ്ഞേന്ന് തനിക്ക് കേൾക്കണ്ടേ? സാറ് പോരുന്നു ഞങ്ങളുടെ ക്ലാസ്സിലേക്ക്, ഞങ്ങളുടെ മാത്രം മാത്സ് സാറായിന്ന്. സത്യത്തിൽ ആ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അവളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. മയൂർ ജാനിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വർദ്ധിച്ച ദേഷ്യത്തോടെ കലി തുള്ളി നിൽക്കുകയായിരുന്നു ജാനി അപ്പോൾ. ഞാനപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളെ ഇത്രയും നാൾ പഠിപ്പിച്ച ടീച്ചറെ അനുസരിച്ചും ബഹുമാനിച്ചും നല്ലതുപോലെ പഠിക്കാൻ. മയൂരിൻ്റെ വാക്കുകൾ കേട്ടതും ജാനി അവനെ കൂർപ്പിച്ചു നോക്കി. ഇയാൾ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാൻ വേണമെങ്കിൽ തനിക്ക് ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ഞാനും താനും ക്ലാസ് എടുത്തത് ഒരേ സബ്ജക്റ്റാണ്, ഒരേ മെത്തേഡ് ഉപയോഗിച്ച്. പക്ഷേ ഞാൻ എടുത്തത് കുട്ടികൾക്ക് മനസ്സിലായി, താൻ എടുത്തത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടും. അതിന് ഒരു കാരണമേ ഉള്ളൂ. കുട്ടികളെ മാത്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവരെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് വേണം മാത്സ് പഠിപ്പിക്കാൻ. അതിന് ആദ്യം വേണ്ടത് മുഖത്തു നോക്കി ചിരിക്കാൻ പഠിക്കണം. അല്ലാതെ മുഖം എപ്പോഴും ഇങ്ങനെ മരമോന്ത പോലെ വെച്ചാൽ പിള്ളേർക്ക് ഒരു വട്ടം നോക്കാനേ തോന്നൂ. മയൂർ, മരമോന്ത നിങ്ങളുടെ? വർദ്ധിച്ച ദേഷ്യത്തോടെ അവൾ പല്ലുകൾ ഞെരിച്ചു. ആനെന്നെ മനസ്സിൽ തെറി വിളിക്കുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ആ പല്ല് ഞെരിച്ച് പൊട്ടിച്ച് കളഞ്ഞാൽ ഇനി കിളിർത്ത് വരില്ല. അല്ലെങ്കിലേ മരമോന്തയാ. അതിൻ്റെ കൂടെ പല്ലും കൂടെ പോയാലോ എന്ന് പറഞ്ഞ് മയൂർ വഴിയിൽ നിന്നും മാറി നിന്നു. അവൻ വഴിയിൽ നിന്നും മാറിയതും ജാനി അപ്പോൾ തന്നെ ചവിട്ടിത്തുള്ളി അവിടെ നിന്നും പോയി. എൻ്റെ കണക്ക് ടീച്ചറേ, നീ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും വെച്ചിരിക്കുന്ന നിന്റെ കണക്കുണ്ടല്ലോ, ഞാനത് തെറ്റിക്കും. ജാനി പോയ വഴിയെ നോക്കി മയൂർ പറഞ്ഞു.